ഞാനിന്ന് കാണിക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി റെസിപ്പിയാണ്. അതിനായിട്ട് ആദ്യം ചിക്കനിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, തൈര്, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒന്നങ്ങോട്ട് മിക്സാക്കി മാറ്റി വെക്കാം. ടൈം ഉണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഒരു പാത്രത്തിലോട്ട് ഓയിൽ ഒഴിച്ച് അതിലേക്ക് കനം കുറച്ച് അരിഞ്ഞ സവാളയും ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലോട്ട് ചതച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്കൊരു തക്കാളി പേസ്റ്റാക്കി അരച്ചതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലോട്ട് മാറ്റി വെച്ച ചിക്കനും ആഡ് ചെയ്ത് ആ പാത്രം ഒന്ന് ക്ലീൻ ആക്കുന്ന വിധത്തിൽ കുറച്ച് വെള്ളം കൂടെ കൂട്ടിയിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇതിലോട്ട് 5-6 ബദാം അരച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മൂടി വെച്ച് ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കും. നന്നായി വെന്ത ചിക്കനിലോട്ട് ബട്ടറും കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഒന്നുകൂടെ ചെറിയ തീയിൽ ചെറുതായിട്ടൊന്ന് കൂടെ വേവിച്ചെടുക്കാം. ഈ ടൈമിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ചേർത്ത് കൊടുത്തോട്ടോ. ബട്ടർ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യും ആഡ് ചെയ്യാം. ഞാൻ എൻ്റെ കയ്യിൽ ബട്ടർ ഉണ്ടായതുകൊണ്ട് ബട്ടർ ചേർത്തെന്ന് മാത്രം. അപ്പോൾ എങ്ങനെ നമ്മൾ ചിക്കൻ കറി വളരെ ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ട്. ഇത് നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ നമുക്ക് നല്ലൊരു കോമ്പിനേഷൻ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം.